കല്യാണച്ചക്കൻ സച്ചിൻ എന്നോടൊപ്പം ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ടെലിഫോൺ ലൈനിൽ വരികയാണ്. കല്യാണ തിരക്കിനിടയിൽ നിന്ന് രാവിലെ ഞാനിങ്ങനെ പൊക്കിക്കൊണ്ട് പോകുന്നതാണ് സച്ചിനെ. സച്ചി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനോട്ടാ. സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് സച്ചിയുടെ കല്യാണത്തിന് വരണം. നമ്മൾ മനസ്സുകൊണ്ടൊക്കെ ആഗ്രഹിക്കില്ല, പോകണം എന്നതിനപ്പുറത്തേക്ക് മനസ്സുകൊണ്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമീപകാലങ്ങളിൽ ആഗ്രഹിച്ച ഒരു കല്യാണമായിരുന്നു സച്ചിയുടെ കല്യാണം. കാരണം നിനക്കറിയാമല്ലോ, എനിക്ക് വരാൻ പറ്റിയില്ല. അതിന് ഞാൻ ആദ്യം ക്ഷമ പറയുന്നു. പക്ഷേ മനസ്സിൽ നീ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഉണ്ണിയേശു പിറന്ന ദിവസത്തിൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സച്ചി എന്താണ് പറയാനുള്ളത്? വാർത്തകൾക്ക് വേണ്ടി എത്രയോ തവണ നിന്നെ ഞാൻ ടെലിഫോണിൽ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു കോൾ പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മനോട്ടാ. തീർച്ചയായും സന്തോഷം, എല്ലാവിധ സന്തോഷവും മനോഹരനും അതുപോലെ തന്നെ കൈർക്കും ഒപ്പം പങ്കുവെക്കുകയാണ്. അതേപോലെ തന്നെ കല്യാണ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി. ഇപ്പോ ഭക്ഷണത്തിന്റെ പാചകത്തിന്റെ ഒരു തിരക്കാണ് ഇപ്പൊ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ വെച്ച് തന്നെയാണ് കല്യാണം. ഒരു 11 മണിയോട് കൂടെ വീട്ടിൽ നിന്ന് വധുവിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകും. അവിടെ വെച്ച് താലികെട്ടും നടക്കും. അതിനുശേഷം വൈകിട്ടാണ് എന്റെ വീട്ടില് സൗഹൃദ വിരുദ്ധ ഒരുക്കിയിട്ടുള്ളത്. വീട്ടിൽ വെച്ച് എല്ലാവരും എന്റെ വീട്ടിൽ എത്തണമെന്ന് ഞാൻ മുൻപ് തന്നെ കൈരളിയുടെ എല്ലാ പ്രേക്ഷകരോടും പറഞ്ഞതാണ്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. എത്താൻ പറ്റുന്നവരൊക്കെ ഇന്ന് വൈകിട്ട് 4 മണി മുതൽ വീട്ടിൽ വെച്ച് നടക്കുന്ന സൗഹൃദ വിരുന്നിൽ പങ്കെടുക്കണം. ഞങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരണം എന്നും കൂടെ അറിയിക്കുകയാണ് മുന്നോട്ട്. അഡ്വക്കേറ്റ് സോന എന്ത് പറയുന്നു? സോന മേക്കപ്പിന്റെ തിരക്കിലാണെന്ന് രാവിലെ. അല്ല സച്ചി, നിനക്ക് മേക്കപ്പ് ഒന്നും ഇല്ലേ? നമ്മൾ സാധാരണ നമ്മൾ പണ്ടേ സുന്ദരനാണല്ലോ, എന്ത് മേക്കപ്പ് അല്ലേ? പൊന്നും കൂടത്തിന് എന്നാത്തിനാ പൊട്ടെന്ന് ചോദിച്ചോല്ലോ, അല്ലയോ? അതെ അതെ. വീട്ടുകാരൊക്കെ, അമ്മ, അച്ഛൻ ഒക്കെ എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അപ്പൊ അല്ല, ഇപ്പൊ പറഞ്ഞു സന്തോഷമാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാലോ. പറഞ്ഞിരുന്നോ ഇപ്പൊ ഈ സർപ്രൈസ് കോളിന്റെ കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല പറഞ്ഞിട്ടില്ല. അവരൊക്കെ ഓരോ ആരും കാണുന്നില്ല. മനസ്സിലായി. വീട്ടില് എല്ലാവിധ തിരക്കുകളും ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ചുരുങ്ങിയ സമയം മാത്രമാണല്ലോ ബാക്കിയുള്ളത്. അപ്പൊ അതിന്റെ ഒരു തിരക്കിലാണ് ഇപ്പൊ ഉള്ളത് എല്ലാവരും. പേടിയുണ്ടോ തലയിട്ടാൻ പോകുമ്പോ? കൈ ഉറക്കിയോ? ആദ്യമായിട്ടായതുകൊണ്ടൊരു പേടിയുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒരു 10-100 തവണ കെട്ടിയിട്ടാണല്ലോ പോകുന്നത്. കൈ ഉറക്കുവോ? കൈയൊന്നും ഇറക്കില്ല. ധൈര്യമായിട്ട് അങ്ങ് പൊയ്ക്കോളൂ, ഒന്നും പേടിക്കണ്ട. നമ്മള് കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പം കല്യാണം കഴിഞ്ഞ് നമുക്ക് കാണാം, നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. ഓക്കെ. താങ്ക് യു. ഓക്കേടാ, താങ്ക് യു. അപ്പോൾ എല്ലാ ആശംസകളും, ക്രിസ്മസ് ആശംസകൾ, വിവാഹ ആശംസകൾ, നിറഞ്ഞ സ്നേഹം കെട്ടിപ്പിടിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.